നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് ഒരു ബജ്ജിയാണ്. കോളിഫ്ലവർ വെച്ചിട്ട് ഒരു ബജ്ജി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അത് വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കോളിഫ്ലവർ ബജ്ജി. അതിനായിട്ട് ഞാൻ കോളിഫ്ലവർ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ചൂടുവെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചൂടുവെള്ളം ഒഴിച്ച് നല്ല കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. ഇതിൽ ബജ്ജി ഉണ്ടാക്കുമ്പോഴേക്കും ഇത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് എടുത്താണ് കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. ബജ്ജി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 അല്ലെങ്കിൽ 3 സ്പൂണോളം അരിപ്പൊടി ഉപയോഗിക്കണം. വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ അത് 1 കിലോ കോളിഫ്ലവറിലേക്കാണ് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 3 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോളം 2 അല്ലെങ്കിൽ 3 സ്പൂണോളം അരിപ്പൊടി ചേർക്കണം. ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം കായപ്പൊടി ചേർക്കുക. ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ബാറ്റർ വല്ലാതെ ലൂസായി പോകാൻ പാടില്ല കേട്ടോ. ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പരുവം. വല്ലാതെ അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല നമ്മുടെ ബാറ്റർ. ഈ പരുവത്തിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോളിഫ്ലവർ ഓരോന്നും ഇതിൽ മുക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ എണ്ണ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടായ ശേഷം നമുക്കിത് ഓരോന്നും വറുത്ത് കോരാം. ഓരോ പീസും നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് മുക്കിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോന്നിട്ട് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യത്തെ സെക്ഷൻ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി കോളിഫ്ലവർ ബജ്ജിയാണ് ഇത്. സോസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അടുത്ത സെക്ഷൻ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ബജ്ജി ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ ബജ്ജി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അതുപോലെ നമ്മുടെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.